നമസ്കാരം. പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും പ്രത്യേക കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ വാമൊഴിയായും മറ്റും നാം അറിയുന്നതുമാകുന്നു. തലമുറകളാൽ കൈമാറി വരുന്ന ഇത്തരം ജ്ഞാനങ്ങൾ പലതും ഇന്നും അജ്ഞാതമായി തന്നെ അഥവാ പലർക്കും അറിയാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അത്തരത്തിൽ പ്രത്യേകിച്ചും പറയുന്ന ഒന്നാണ് വീട്ടിലെ മലിനജലം, അലക്കുകല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്തരത്തിൽ ശുഭകരമായതും അശുഭകരമായതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പ്രത്യേകിച്ചും രാത്രിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പലരും ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ രാത്രിയാണ് അലക്കുക എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരത്തിൽ അലക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. രാത്രി അലക്കുന്നത് ശുഭകരമല്ല. ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം. ഒരു വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. അതിൻ്റെ അർത്ഥം ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാകും എന്ന് തന്നെയാകുന്നു. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാവുകയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. അഴുക്കുജലം, തുണി കഴുകുന്ന ജലം രാത്രി പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കുന്നത് അത്ര ശുഭകരമല്ല. മേൽപ്പറഞ്ഞ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനാൽ പരമാവധി പകൽ സമയങ്ങളിൽ തന്നെ ഏവരും അലക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ കുളിച്ചതിന് ശേഷം ഒരിക്കലും തുണി അലക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലരും കുളിച്ചതിന് ശേഷമാണ് അലക്കാറുള്ളത് എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്രകാരം ചെയ്യുന്നത് അതീവ ദോഷകരമാകുന്നു. അലക്കിയതിന് ശേഷം കുളിക്കണം എന്നാണ് പറയുക. അലക്കി കുളിക്കണം എന്ന് പഴമക്കാർ പണ്ടേ പറയുന്ന ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ കുളിച്ചതിന് ശേഷം അലക്കുമ്പോൾ അത് ദോഷകരമായി ഭവിക്കും. വീണ്ടും അശുദ്ധി അവർക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ കൂടിയാണ് ഇപ്രകാരം ചെയ്യരുത് എന്ന കാര്യം ഓർക്കേണ്ടത്. അതിനാൽ ആരെങ്കിലും ഇപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് തിരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് തന്നെ വസ്ത്രങ്ങൾ കഴുകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഈറൻ വസ്ത്രങ്ങൾ പലരും വീടിൻ്റെ ഉള്ളിലായി തൂക്കി ഇടുന്നതാകുന്നു. അത് അത്ര ശുഭകരമല്ല എന്നാണ് പറയുക. കാരണം ആ വീടുകളിലേക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം, ലക്ഷ്മി വാസം വന്നു ചേരുന്നതിന് സാധ്യത വർദ്ധിക്കുന്നു. അതിനാൽ തന്നെ ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം കുറയുന്നതിന് അത് കാരണമായി തീരും. കൂടാതെ രോഗങ്ങൾ വീടുകളിലേക്ക് വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. അഥവാ രോഗദുരിതങ്ങളാൽ ആ വീടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വീടുകളിൽ അലക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാകുന്നു. വടക്ക് പടിഞ്ഞാറ് ദിശയാണ് ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ സമയം, അതായത് എപ്പോഴാണോ നിങ്ങൾ അലക്കുന്നത്, പകൽ സമയം ഈ ദിശ അലക്കുവാനായി ഉപയോഗിക്കുക. ഈ ദിശയാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ വെള്ളത്തിൽ അഴുക്കുള്ള വസ്ത്രങ്ങൾ രാത്രി മുക്കി വയ്ക്കുക എന്ന കാര്യം പലരും ചെയ്യുന്നതാകുന്നു. എന്നാൽ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ചില ദോഷകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. പ്രധാനമായും സംഭവിക്കുക കലഹങ്ങൾ ആ വീടുകളിൽ വർദ്ധിക്കും എന്ന കാര്യമാകുന്നു. കലഹങ്ങൾ വർദ്ധിക്കുകയും ആ വീടുകളിൽ ഐക്യം ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത്, അഥവാ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ആ വീടുകളിൽ ദേഷ്യം വർദ്ധിക്കുന്നതാകുന്നു. ആ വീട്ടിലെ അംഗങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വർദ്ധിക്കുക, അതുമൂലം പ്രശ്നങ്ങൾ വന്നു ചേരുക, അത്തരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും. അതിനാൽ ആ കാര്യവും പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ അഴുക്ക് ജലം പല വീടുകളിലും
കെട്ടിക്കിടക്കുന്നതായി കാണുന്നതാണ്. എന്നാൽ ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അഴുക്കുജലം കെട്ടിക്കിടക്കുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും ആ വീടുകളിൽ രോഗദുരിതങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കും. അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നഷ്ടമാകും എന്ന കാര്യം ഓർക്കുക. ഇതുമൂലം ആ വീടുകളിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാത്ത അവസ്ഥ, അത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ബാധിക്കില്ല എങ്കിൽ പോലും പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുക എന്ന കാര്യം. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അത് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഇപ്രകാരം വീടുകളിൽ കൂട്ടിയിടുകയാണ് എങ്കിൽ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം പെട്ടെന്ന് വർദ്ധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നെഗറ്റീവ് ഊർജം വർദ്ധിക്കുക മാത്രമല്ല, ആ വീടുകളിൽ കലഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. ഐക്യമില്ലായ്മ വന്നു ചേരുകയും കലഹങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിലും മറ്റ് വ്യക്തികളുമായി ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ കലഹങ്ങൾ വർദ്ധിക്കും. പല നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രോഗദുരിതങ്ങളാൽ പലവിധ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ദുഃഖങ്ങൾ അത് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ പല രീതിയിലുള്ള ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് അനാവശ്യമായ ചിലവുകൾ. നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന ധനം നഷ്ടമാകുന്നതിന് കാരണമാകും. പലവിധ ചെലവുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും വസ്ത്രങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, ആഴ്ചയിലെ ഒരു ദിവസം അലക്കുവാൻ ഉത്തമമല്ല എന്ന് തന്നെ പറയാം. ഈ ദിവസം ഏതാണ് എന്ന് മനസ്സിലാക്കാം. വ്യാഴാഴ്ച ദിവസമാണ് ഇത്തരത്തിൽ അലക്കുവാൻ അത്ര ശുഭകരമല്ലാത്ത ദിവസം. അലക്കുവാൻ ശുഭകരമല്ലാത്ത ദിവസം എന്ന് പറയുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലരും വീടുകളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അലക്കുവാൻ സാധിക്കാതെ നിരവധിയാർന്ന വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നവരാകുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് ഒരേ സമയം അലക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അല്ലാത്ത സമയങ്ങളിൽ ആകാം. എന്നാൽ വ്യാഴാഴ്ച ദിവസം ഇത്തരത്തിൽ നിരവധിയാർന്ന വസ്ത്രങ്ങൾ, നിരവധി ദിവസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അലക്കുന്നത്, ഒരേ സമയം അലക്കുന്നത് അത്ര ശുഭകരമല്ല. എന്നാൽ നിങ്ങൾ വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അലക്കാവുന്നതാണ്. അതിൽ തെറ്റുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ പ്രീതിക്കായി സമർപ്പിക്കപ്പെട്ട ദിവസമാകുന്നു. അതിനാൽ തന്നെ ഈ ദിവസം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്നതിലൂടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ അകലുക തന്നെ ചെയ്യും എന്ന കാര്യം ഏവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇന്നേ ദിവസം ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാലാണ് ഇത്തരത്തിൽ നിരവധിയാർന്ന വസ്ത്രങ്ങൾ ഒരേ സമയം വ്യാഴാഴ്ച ദിവസം അലക്കരുത് എന്ന കാര്യം പ്രത്യേകിച്ചും പറയുന്നത്. അതിനാൽ ഈ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവർ പ്രത്യേകിച്ചും ഇപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ഈ പരാമർശിച്ച രീതിയിൽ നിങ്ങൾ വസ്ത്രം അലക്കാതിരിക്കുക. എന്നാൽ വാഷിംഗ് മെഷീനിലാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരേ സമയം ഇത്തരത്തിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിൽ തെറ്റില്ല എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ഇപ്രകാരം വസ്ത്രം അലക്കുന്നതിലൂടെ തീർച്ചയായും ശനീകോപത്തിന് അത് കാരണമാകും എന്ന് തന്നെ പറയാം. ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക സമയങ്ങൾ സവിശേഷത ഉള്ളതാകുന്നു. ഇതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. കൂടാതെ വടക്ക് കിഴക്ക് ദിശയിൽ ഒരിക്കലും
നിങ്ങൾ അലക്കുവാൻ പാടുള്ളതല്ല. വടക്ക് കിഴക്ക് ദിശ എന്ന് പറയുന്നത് ഈശാനമൂലയാകുന്നു. അതിനാൽ തന്നെ ഈ ദിശയിൽ അലക്കുന്നത് ദോഷകരമാണ്. കൂടാതെ ഇവിടെ മലിനജലം വരുന്നതും ശുഭകരമല്ല എന്ന് തന്നെ പറയാം. കിഴക്ക് ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. പ്രധാന സ്രോതസ് തന്നെയാണ് കിഴക്ക് ദിശ. അതിനാൽ തന്നെ ഇവിടെ മലിനജലം വരുന്നതും ദോഷകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. തെക്ക് കിഴക്ക് ദിശയും അശുഭകരം തന്നെയാകുന്നു. അഗ്നികോൺ എന്നാണ് പറയുക. അതിനാൽ തന്നെ ഇവിടെ വെള്ളം വരുന്നതും പ്രത്യേകിച്ചും മലിനജലം വരുന്നതും ദോഷകരം തന്നെയാകുന്നു. തെക്ക് ദിശ എന്ന് പറയുന്നത് യമദേവന്റെ ദിശയാകുന്നു. അതിനാൽ ഈ ദിശയും അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തെക്ക് പടിഞ്ഞാറ് ദിശ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമല്ല. അതിനാൽ തന്നെ ഈ ദിശയിലും ഒരിക്കലും നാം അലക്കുവാൻ പാടുള്ളതല്ല. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ അലക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. പോസിറ്റീവായ ഊർജം, പോസിറ്റീവ് എനർജി വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഒഴിയും. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ ദിശയിൽ തന്നെ അലക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.